ബംഗളൂരുവിൽ നടക്കുന്ന അപൂർവമായൊരു സംഭവ വികാസത്തിനാണ് ലോകം ഞെട്ടലും ചങ്കടിപ്പുമോടെ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ആകാശത്തെ അടക്കി ഭരിക്കുന്ന ലോകത്തിലെ ഏറ്റവും നൂതനമായ 5ാം തലമുറ ആകാശ പോരാളികൾ, 2 അമേരിക്കൻ നിർമ്മിത F-35 ലൈറ്റ്നിംഗ് II 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ബംഗളൂരുവിലെ യലഹങ്കയിലെ ഇന്ത്യൻ എയർഫോഴ്സ് ബേസിൽ ലാൻഡ് ചെയ്തപ്പോൾ ചരിത്രത്തിലാദ്യമായി അവരെ കാത്ത് 2 വിമാനങ്ങളുണ്ടായിരുന്നു. റഷ്യയുടെ അതിശക്തമായ Su-57 ഫെലോൽ. ലോകത്തെ ഒരു എയർ ഷോയിൽ പോയിട്ട് ഒരു വേദിയിലും ഇതുവരെ ഈ 2 രാജ്യങ്ങളുടെയും യുദ്ധവിമാനങ്ങൾ ഒരുമിച്ച് നേർക്കുനേർ കണ്ടിട്ടേയില്ല. ആ ഒരു സവിശേഷത ഇതാ യലഹങ്കയിലെ എയർ ഷോയ്ക്കും ലഭിച്ചിരിക്കുന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിവെന്നതിനോണം പറയാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ നിർണായകമായ നീക്കങ്ങൾ കൂടിയായതോടെ എയറോ ഷോ ഇന്ത്യ 2025 വേണ്ടി ബംഗളൂരുവിലെ യലഹങ്ക എയർബേസിൽ Su-57ഉം US എയർഫോഴ്സിൻ്റെ F-35 വിമാനങ്ങളും മാറ്റുരയ്ക്കാനെത്തി. ഇത് ഇന്ത്യയുടെ അടുത്ത തലമുറയുടെ വ്യോമ മേധാവിത്വത്തിനായുള്ള തീവ്രമായ മത്സരത്തിന് ഒരു തിളക്കം കൂടിയാണ്. എയ്റോ ഇന്ത്യയിൽ റഷ്യയുടെയും അമേരിക്കയുടെയും 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ ഒരേ സമയമുള്ള സാന്നിധ്യം ഏറെ പ്രസക്തമാണ്, നിർണായകമാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ. കാരണം 2 ആഗോള ശക്തികളും തങ്ങളുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ തിരഞ്ഞെടുക്കാൻ മറ്റു ലോക രാജ്യങ്ങളെപ്പോലെ ന്യൂഡൽഹിയും ശക്തമായി സമ്മർദ്ദത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. 5ാം തലമുറ യുദ്ധവിമാനങ്ങളെ സമന്വയിപ്പിക്കുന്ന പാകിസ്ഥാനോടും ചൈനയോടും മത്സരിക്കാൻ ഇനി ഇന്ത്യക്ക് ഫ്രഞ്ച് നിർമ്മിത റഫേൽ, റഷ്യൻ നിർമ്മിത Su-30 പോലുള്ള 4ാം തലമുറ യുദ്ധവിമാനങ്ങൾ അതുകൊണ്ട് മതിയാകില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ന്യൂഡൽഹിയുടെ ഒരു കാഴ്ചപ്പാട്. പരമ്പരാഗത എതിരാളികളെ നേടാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അടിയന്തരമായി ഈ 2 5ാം തലമുറ യുദ്ധവിമാനങ്ങളിൽ ഒന്ന് കൂടിയേ തീരൂ. അത് റഷ്യയ്ക്കും അറിയാം, ചൈനയ്ക്കും അറിയാം. പാകിസ്ഥാനാകട്ടെ ചൈനീസ് നിർമ്മിത J-35A വിമാനങ്ങൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കും തങ്ങളുടെ ആകാശ സുരക്ഷ ശക്തമാക്കണം. ഇത്തവണ എയ്റോ ഇന്ത്യ 2025 Su-57 ഫെലോൺ മാത്രമേ ആകാശത്തെ അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നുള്ളൂ. അതേസമയം US-ൻ്റെ F-35 യുദ്ധവിമാനങ്ങൾ റൺവേയിൽ നിന്നുകൊണ്ട് എല്ലാം നോക്കിക്കാണും. അതിന് കാരണമുണ്ട്. വളരെ പരിമിതമായ പൈലറ്റുകാർ മാത്രമാണ് അമേരിക്കയ്ക്ക് ഈ F-35 വിമാനങ്ങൾ പറത്താനായി ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് തൽക്കാലം സ്റ്റാറ്റിക് ഡിസ്പ്ലേക്ക് മാത്രം ഈ വിമാനങ്ങൾ യലഹങ്കയിൽ എത്തിയിരിക്കുന്നത്. 2024 ഷുഹായിൽ നടന്ന ചൈനയിലെ എയർ ഷോയ്ക്കിടെയാണ് J-35A വിമാനങ്ങൾ പാകിസ്ഥാൻ വാങ്ങാനായി സന്നദ്ധ പ്രകടിപ്പിച്ചത്. അതേസമയം അമേരിക്ക ഇന്ത്യക്ക് F-35ഉം റഷ്യ Su-57ഉമാണ് മുന്നോട്ട് വെച്ച 2 വാഗ്ദാനങ്ങൾ. Su-57 ഫെലോണിൻ്റെ സംയുക്ത ഉൽപ്പാദനവും ഇന്ത്യയുടെ തദ്ദേശീയമായ 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിൻ്റെ സഹകരണവുമൊക്കെ മോസ്കോ കൂടി ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയും നേതൃത്വം നൽകുന്ന AMCA പദ്ധതി ആഭ്യന്തരമായി ഇന്ത്യ നിർമ്മിക്കുന്ന തേജസ് 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പദ്ധതി തന്നെയാണ്. ഇതിനിടെയാണ് തങ്ങളുടെ Su-57 യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനായി റഷ്യ ഏറെ ദൂരം മുന്നിലെത്തിയിരിക്കുന്നത്. പാശ്ചാത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ ഫലപ്രാപ്തി തെളിയിച്ച ലോകത്തെ 5ാം തലമുറ യുദ്ധവിമാനമാണ് തങ്ങളുടെ Su-57 എന്നാണ് റഷ്യയുടെ അവകാശവാദം. ബ്രഹ്മോസ് മിസൈൽ അടക്കം ഇന്ത്യക്കും റഷ്യയ്ക്കും തമ്മിലാണ് പ്രതിരോധ വിമാന അടക്കമുള്ള കൈമാറ്റ കരാറുകളുള്ളത്. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ത്യയുടെ പ്രതീക്ഷ ഇന്ത്യയുടെ 5ാം തലമുറ തേജസ് യുദ്ധവിമാനങ്ങൾ എന്ന് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും എന്നതിലുമാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.